ഞാനെപ്പോഴും എടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ആരോപണങ്ങളുണ്ടാകാം, അതോടൊപ്പം തന്നെ ചില വീഴ്ചകൾ ചിലപ്പോൾ വന്നാകുന്നിരിക്കാം, തെറ്റുകൾ ചില കുറ്റകൃത്യങ്ങളുണ്ടാകും. അപ്പോൾ അവിടെ വ്യക്തമായി ഒരു സർക്കാരിനെ സംബന്ധിച്ചോളം അവിടെ നിലപാടെടുക്കുക, നിലപാടനുസരിച്ച് ഇപ്പോൾ ആരോപണമാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റാണെങ്കിൽ അത് അന്വേഷണം നടത്തി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. കൃത്യമായി സർക്കാർ പറഞ്ഞല്ലോ. ഇപ്പോൾ കോടതിയും കൂടി ഇടപെട്ടുകൊണ്ട് കോടതി തന്നെ പറഞ്ഞു SIR സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചുകൊണ്ട് ഏറ്റവും ഉന്നതനായ, ഏറ്റവും സത്യസന്ധനായ, ഏറ്റവും പ്രമുഖനായ ടീമിനെ വെച്ചിട്ടാണ് ഈ പറഞ്ഞ അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണം വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നു. ഏതൊക്കെയാലും ഒരാളെയും സ്പെയർ ചെയ്യില്ല. കുറ്റക്കാരാണെങ്കിൽ അതാണല്ലോ വേണ്ടത്. അപ്പോൾ അതാണ് നടന്നു വരുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, ഇതിന് സ്പെഷ്യലായിട്ട് ഓൾറെഡി ഉണ്ടല്ലോ, പണ്ട് തൊട്ടേ ഉള്ളതാണല്ലോ. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അങ്ങോട്ട് തന്നെയാണ് എപ്പോഴും പോകുന്നത്. അപ്പോൾ അവർ തന്നെ തീരുമാനമെടുത്തു, അത് സർക്കാരിനെ അറിയിച്ചു, സർക്കാർ തന്നെ പറഞ്ഞു, അവരുടെ ഒരു സജഷനോട് പറഞ്ഞു, അതനുസരിച്ച് പോകുന്നു. അവിടെ എവിടെയല്ല എല്ലാം ആരാന്ന് നോക്കാതെ, എവിടെയുള്ളതാണോ ഏത് പാർട്ടിയും നോക്കാതെ, ആരാണോ കുറ്റക്കാർ അവരെ തീർച്ചയായിട്ടും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം കോടിക്കണക്ക് ഒരു ഭക്തജനങ്ങളുടെ ഒരു പ്രദേശമാണ്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ആ നിയമത്തിൻ്റെ മുമ്പിൽ തെറ്റുകാരെ മുഴുവൻ കൊണ്ടുവരണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്, ഞങ്ങളുടെയും നിലപാട്. അല്ല, അതിൻ്റെ റിസൾട്ട് വരട്ടെ എന്താണെന്നുള്ളത്. അത് ഫൈമാഫേസി ആയിട്ട് ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യും. അത് എന്താണെന്നുള്ളത് റിസൾട്ട് വരട്ടെ. റിസൾട്ട് വന്നു കഴിയുമ്പോൾ നടപടി എടുക്കുന്നുണ്ടോ എന്ന് നോക്കാം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ പോലും സ്പെയർ ചെയ്യില്ല, അതിന് സംശയമില്ല. അതുകൊണ്ടാണല്ലോ കൃത്യമായി ഓരോ ദിവസവും നമുക്കൊരു ഗ്യാപ്പ് പോലും കാണുന്നില്ല. കുറ്റക്കാരെന്ന് സംശയമുള്ളവരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. രാഹുൽ മാൻകൂട്ടത്തിൻ്റെ വിഷയത്തിൽ കോൺഗ്രസ്സാണ് ഉത്തരവാദിത്വം പറയേണ്ടത്. രാഹുലിൻ്റെ MLA സ്ഥാനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉത്തരവാദിത്വം പറയട്ടെ. പക്ഷേ ഇപ്പോൾ കാണുന്ന ഇരക്കെതിരെ വലിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ ഒരു വേട്ടയാടലാണ്. അത് ക്രൂരമാണ്. തീർച്ചയായും പരിശോധിക്കട്ടെ. നിയമത്തിൻ്റെ വഴിയിൽ തന്നെ പോകണം. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു പരാതി വന്നിരിക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് നിയമകാര്യങ്ങളിലേക്ക് പോകുന്നു. അത് പരിശോധിക്കട്ടെ. പരിശോധിച്ചതിന് ശേഷം ആ തീരുമാനമെടുക്കട്ടെ. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് രണ്ട് തട്ടിലാണ് ഇരിക്കുന്നത്. അവരല്ലേ തീരുമാനമെടുക്കേണ്ട MLA സ്ഥാനവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് അവരെടുക്കാൻ പോകുന്നത് എന്നുള്ളത്. അതിനു പകരം മാധ്യമങ്ങളിൽ കൂടെ, സോഷ്യൽ മീഡിയയിൽ കൂടെ അവരെ ആക്രമിക്കുന്നത് ശരിയാണോ? വലിയൊരു ക്രൂരതയാണ് കാണിക്കുന്നത്. അല്ല, അത് പൊതുസമൂഹം തീരുമാനിക്കേണ്ടതാണ്. തീർച്ചയായും അതൊരു ഒരു എത്തിക്സിൻ്റെ ഭാഗമാണ്. അതൊരിക്കലും ജനങ്ങൾ അങ്ങനെയുള്ള സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, ഇങ്ങനെയുള്ള കേസുകളൊക്കെ തിരഞ്ഞെടുപ്പിന് മുമ്പേ വന്നതാണല്ലോ. തെരഞ്ഞെടുപ്പിന് മുമ്പേ വന്നതും വളരെ വ്യക്തമായിട്ടൊക്കെ പല ചർച്ചകളൊക്കെ ഇതിനെപ്പറ്റി നടന്നു. ഞാൻ പറഞ്ഞ നിയമമുണ്ടല്ലോ, കോടതി ഉണ്ടല്ലോ, ആ വഴിക്ക് പോട്ടെ. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് ഇവിടെ നടത്താൻ ഞാൻ ആരുമല്ല. ഞാൻ ആ ജഡ്ജ്മെൻറ്റ് നടത്താൻ ആരുമല്ല. 1. 2, തീരുമാനമെടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. ആ കോൺഗ്രസ് പാർട്ടി നിലപാടെടുക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യം പറയാം. ഞാൻ ആമുഖമായി പറഞ്ഞല്ലോ, പല സ്ഥലത്തും സ്ഥാനാർത്ഥികളില്ല, പല സ്ഥലത്തും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല, പല സ്ഥലത്തും BJPയുമായി ബന്ധപ്പെട്ട ചില അന്തർധാര ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ മുത്തൂരിലാണെങ്കിലും കിടങ്ങൂരിലാണെങ്കിലും അതൊക്കെ കോൺഗ്രസിൻ്റെ പിന്തുണയിലാണ് അവിടെ ഭരണം നടന്നത്. BJPയുമായി ബന്ധപ്പെട്ട് അവിടെ ഭരണം നടക്കുന്നത്. ഇവിടെയും ആ ഒരു ബോധപൂർവമായ സ്ഥാനാർത്ഥികളെ നിർത്താതെ അന്തർധാര ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും UDF എന്ന് പറയുന്ന ഒരു പാനൽ ഇല്ലല്ലോ. അപ്പോൾ പല സ്ഥലങ്ങളിലുമില്ല. അതിലുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നത്, തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം നമ്മൾ കാണുന്നത്.
CPM ആണ് തീരുമാനിക്കേണ്ടവരെ എടുക്കണോ വേണ്ടയോ. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു, അവിടുന്ന് മാറി BJP നിയോജകമണ്ഡലം പ്രസിഡൻ്റായിരുന്നു, അവിടുന്ന് CPMലേക്ക് പോയിരുന്നു, അത് കഴിഞ്ഞ് തിരിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇനി അവരെ എടുക്കണോ വേണ്ടയോ, സ്ഥാനാർത്ഥിയാക്കണോ എന്നുള്ളത് CPM തീരുമാനിക്കേണ്ടത്, അത് കേരള കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമല്ല. അല്ല, ഞങ്ങൾക്ക് അതിനകത്തൊരു ബിസിനസ്സും ഇല്ല, അതിനകത്തൊരു ബിസിനസ്സും ഇല്ല. ആരെ വേണമെങ്കിലും CPM ആക്കട്ടെ. അതിനകത്തുള്ളത് ജയസാധ്യതയുള്ളതും അവരുടെ പാർട്ടിയുടെ വളയത്തിനകത്ത് നിൽക്കുന്നവരും ആകണമല്ലോ. അല്ല, അങ്ങനെ ഒരു ചർച്ച വന്നില്ലല്ലോ. അങ്ങനെ ഒരു സ്വാധീനം അങ്ങനെ ഒരു പാർട്ടിക്കൊരു വിലയിരുത്തലില്ല. പിന്നെ ചില മേഖലയിൽ നിന്നൊക്കെ പൊഴിഞ്ഞു പോയി. പക്ഷേ ഇനിയിപ്പോൾ ഒരു രാഷ്ട്രീയ രംഗത്ത് വലിയ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയാത്തവരെ ചിലവരെയൊക്കെ കൂട്ടുപിടിച്ചിട്ടുണ്ടാകാം. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ UDF അന്തർധാരയുണ്ടല്ലോ BJP പല സ്ഥലങ്ങളിലായിട്ട്. അങ്ങനെ വല്ലതും കൂട്ടുപിടിച്ച് പോയിട്ടുണ്ടെങ്കിലും